തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് 24 ചേരുകയാണ്. ഭരണസമിതി നിലവിൽ വന്നിട്ടുള്ള ആദ്യ ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? നന്നായിട്ട്, വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ കൊല്ലം ട്രസ്റ്റിൻ്റെയൊക്കെ ഭാരവാഹികളായിട്ട് ഇന്നലെ സംസാരിക്കുമ്പോഴേക്കും തിരക്ക് കുറച്ച് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ജനങ്ങൾ കൂടുതൽ എത്തുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇത്തവണ തിരുവനന്തപുരം നഗരത്തിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പൊങ്കാല വ്യാപിക്കുമെന്ന ആദ്യത്തെ വിലയിരുത്തൽ യോഗത്തിൽ തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല തയ്യാറെടുപ്പുകൾ ദൂരെ സ്ഥലങ്ങളിലേക്ക് തന്നെ, ഇപ്പോൾ പരുത്തിപ്പാറ, നാലാഞ്ചിറ, അവിടെയൊക്കെ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആവശ്യമായ ശുചിമുറികൾ, മതിയായ തരത്തിലുള്ള വാട്ടർ ടാങ്കുകൾ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 750 ശുചീകരണ തൊഴിലാളികളെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3500 തൊഴിലാളികളാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട്, വളരെ സന്തോഷകരമായിട്ട് പൊങ്കാലയിട്ട് പോകാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ വാർഡിലടക്കം കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ആറ്റുകാൽ വാർഡിലെ കൗൺസിലറാണ് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ശ്രുതി. ഇപ്പോൾ ആറ്റുകാൽ വാർഡിൽ കുറച്ച് കുടിവെള്ള പ്രശ്നം ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ 60 ടാങ്കറുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 52 വാർഡിന്, ഒരു വാർഡിന് ഒരു ടാങ്കറും നിറയെ വെള്ളവും കൊടുക്കുകയാണ് സൗജന്യമായി. അത് തീരുമ്പോഴേക്കും അവർക്ക് തൊട്ടടുത്ത വെൻഡിങ് പോയിന്റിൽ നിറയ്ക്കാവുന്നതാണ്. 8 ടാങ്കറുകൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വെള്ളം നിറച്ച് നിലകൊള്ളിലുണ്ട്. എവിടെ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കോർപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കോർപ്പറേഷനും, എവിടെയെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ അതാത് സമയത്ത് തന്നെ ധരിപ്പിച്ചുകൊണ്ട് കൃത്യമായ കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തുകൊണ്ട് അക്കാര്യങ്ങളിലും ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട്. ആശങ്കയുടെ യാതൊരു ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം സ്റ്റോക്കുണ്ട്, ടാങ്കറുകളുണ്ട്, എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് 60 പോയിന്റുകളിൽ വലിയ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകൾ വച്ച് അതിൽ വെള്ളം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നൽകാനുള്ള അവസാനഘട്ട നിർദ്ദേശം എന്താണ്? അവസാനഘട്ട നിർദ്ദേശം എല്ലാവരും അവരവരുടെ സുരക്ഷിതത്വം പാലിക്കണം. തീ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ, നമ്മുടെ പ്രദേശം, നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണം. പോലീസ്, ഫയർഫോഴ്സ്, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, ട്രസ്റ്റ് ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള കൺട്രോൾ റൂമുകൾ, ഇവിടെ നിന്നൊക്കെ തരുന്ന നിർദ്ദേശം നമ്മൾ അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കണം. മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ എത്തിക്കണം. ആരും തിരക്ക് കൂട്ടേണ്ട, എല്ലാവർക്കും തൊഴാനുള്ള സൗകര്യമുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ KSRTC എല്ലാവരും മെച്ചപ്പെട്ട സേവനമാണ് നൽകുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങൾ പറയുന്ന നിർദ്ദേശം, പ്രത്യേകിച്ചും പോലീസും ഫയർഫോഴ്സും ഒക്കെ പറയുന്ന നിർദ്ദേശം പാലിക്കണം. ഭക്ഷണം വിതരണം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. കുടിവെള്ളം വിതരണം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അത് എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു പൊങ്കാല, എല്ലാ പൊങ്കാല ആശംസകളും നേരുന്നു. പൊങ്കാല ആശംസ കൂടിയാണ്. തീർച്ചയായിട്ടും 24 ചാനലിനും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കും നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ എല്ലാ ഭക്തർക്കും പൊങ്കാലാശംസ തരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാ ഒരുക്കങ്ങളും സർവ്വസജ്ജമാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയിക്കുന്നത്. ക്യാമറമാൻ സജീവിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.